നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിലേക്ക് വളരെ പരിചിതമായ ഭാഗ്യങ്ങളിലേക്ക് തന്നെ കടന്നു വരാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 29-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിൽ എന്ന പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവവചന ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. ഇയ്യോബിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള സവിശേഷത നമുക്കറിയാം. വളരെ പ്രാചീനമായ ഒരു ഗ്രന്ഥമാണിത്. പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹീതനായ ഭക്തനാണ് ഇയ്യോബ്. ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ, ദൈവ വഴികളിൽ ജീവിക്കുവാൻ വളരെ പരിശ്രമങ്ങൾ നടത്തിയ ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിട്ടതായ ചില തിരസ്കരണങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില കുറ്റാരോപണങ്ങൾ, ചില കുറ്റപ്പെടലുകൾ എന്നിത്യാദി വിഷയങ്ങളാണ് നാം ഇതിനകത്ത് വായിച്ച് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും കുറ്റപ്പെടലുകളും ആരോപണങ്ങളും നഷ്ടങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടായ നിമിഷങ്ങളിലും ദൈവം തന്നു എന്നതായ ചിന്താഗതി ഉള്ളവനായിരുന്നത് കൊണ്ട്, അത് ദൈവം തന്നെ തിരികെ എടുത്തു എന്ന മനോഭാവം പുലർത്തിയത് കൊണ്ടും, ആ സഹിഷ്ണുതയിൽ സഹാനുഭൂതിയുള്ളവനായി വിശ്വസ്തയോടെ കാത്തിരുന്നത് കൊണ്ടും ഇരട്ടിയായ നന്മകൾ നൽകി മാനിച്ച് അനുഗ്രഹിക്കുന്ന രംഗത്തോടുകൂടെയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം വളരെ പ്രസക്തവും ചിന്തനീയവുമാണ്. ഇവിടെ ഇയ്യോബ് പറയുന്ന ഒരു പദമാണ് എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പ്രധാനമായി 3 കാര്യങ്ങൾ അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ദൈവവുമായി തനിക്ക് ഒരു സഖ്യത, ഒരു ബന്ധം ഉണ്ടാകണം. 2, സർവശക്തൻ തന്റെ കൂടാരത്തിൽ വസിക്കണം. 3, അവൻ തനിക്ക് ഒരു ശുഭകാലം, ഒരു ശുഭദിനം അല്ലെങ്കിൽ ഒരു ശുഭ ദിവസം തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? 1, യഹോവയുടെ സഹിത്വം അവൻ തനിക്ക് ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നമ്മുടെ ആ ഭാഗം ചിന്തിക്കുമ്പോൾ അവൻ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കാരണമായത് എന്ന് അതിന്റെ മുൻപിലുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഗ്രഹിക്കാനായി കഴിയുന്നുണ്ട്. വായിക്കാം. അതിന്റെ 29-ാം അധ്യായം 2-ാമത്തെ വാക്യം വേഗത്തിൽ. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഇയ്യോബ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ കാരണം, യഹോവയുടെ സഖ്യത എനിക്ക് വേണം, എന്റെ കൂടാരത്തിൽ ദൈവം വസിക്കണം, എനിക്കൊരു ശുഭകാലം ഉണ്ടാകണം. ഈ പ്രാർത്ഥന ഇയ്യോബ് പ്രാർത്ഥിക്കുവാനുള്ള കാരണം അതിന്റെ 2-ാം വാക്യം വ്യക്തമാകുന്നുണ്ട്. അയ്യോ, എന്നെ മുൻകാലങ്ങളിൽ കാത്തുകൊണ്ടതുപോലെ ഇനിയും എന്ത് ചെയ്യണം? കാക്കണം. അയ്യോ എന്ന് പറയുമ്പോൾ അത് തന്റെ ഇരുകൈകൾ ഒരുപക്ഷെ തലയിൽ വെച്ച് വിളിക്കുന്ന ഒരു രംഗമായിരിക്കും. അത്രയും കഠിനമായ ഒരു വേദന, ഒരു പീഡ ദൈവമനുഷ്യൻ അനുഭവിക്കുകയാണ്. വളരെ
പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആര് രക്ഷിക്കും? ആരോട് പറയും? ആരാണ് പ്രതിവിധി തരുന്നത്? എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എല്ലാം പൊട്ടിപ്പാളിഷായല്ലോ, എല്ലാവരും കൈവിട്ടല്ലോ. കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും കൂടെയില്ല. അവൻ മക്കൾ ഓരോന്നോരോന്നായി ജീവച്ഛവമായി കൺമുൻപിൽ കിടക്കുന്നുണ്ട്. അവൻ കൂടെ നിൽക്കേണ്ട സുഹൃത്തുക്കൾ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള സാമ്പത്തിക നന്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇരുകരങ്ങളും തലയിൽ കൈവച്ചുകൊണ്ട് ഇയ്യോബ് വിളിക്കുന്നു, അയ്യോ. പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ ഒരു നല്ല നാളിന് വേണ്ടി ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ നാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയ ജീവിതത്തിന്റെ അധപ്പതനാവസ്ഥ മനസ്സിലാക്കി അയ്യം വിളിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആദിമഭക്തന്മാർ മുട്ടുമടക്കിയ നിമിഷങ്ങൾ അവിടെ സ്വർഗീയ അഗ്നി ഇറങ്ങിയതായി സന്ദർഭങ്ങളായിരുന്നു. അവർ സ്വതന്ത്രയിൽ ഇന്ന് ആത്മീയ തീക്ഷ്ണതയില്ല, ദൈവകൃപയില്ല, ദൈവഭയമില്ല, ദൈവസ്നേഹമില്ല. അതിന് സ്വതന്ത്രയ്ക്ക് ശേഷം മനുഷ്യന്മാരെ പോലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തനായ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത്, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അന്നൊരു പക്ഷേ കഷ്ടപ്പാടിന്റെ ഒക്കെ കാലമാണ്, വേദനയുടെ കാലമാണ്. അവൻ നമുക്ക് ആ നേരത്തെ കഴിക്കുവാൻ ആഹാരം ഉണ്ടായിരുന്ന ഒരു കാലമല്ല, നല്ല വസ്ത്രങ്ങൾ ഉടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലെ ഒരു കാലമായിരുന്നു. പക്ഷേ അന്ന് ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവജനം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു, ദൈവജനം ദൈവത്തെ പ്രാർത്ഥിച്ചിരുന്നു, വിടക്കാൻ മടക്കുമായിരുന്നു. ഇന്ന് നമുക്ക് മുട്ടുമടക്കുവാൻ കഴിയുന്നില്ല. അവൻ നമ്മുടെ മുട്ടുകൾ വേദനയാണ്. ഒരു 5 മിനിറ്റ് പോലെ നമുക്ക് മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയുന്നില്ല. പ്രവാചകനായ യെശയ്യാവ് പറയുന്ന ഒരു പദമുണ്ട്, അവൻ നിന്റെ തളർന്ന കാലുകളെയും അത് കരങ്ങളെ മാത്രമല്ല, അവൻ കാലുകളെ കൂടെ ശക്തീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അവർ ഇന്ന് പകൽക്കാലം നമ്മൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ആത്മീയ ജീവിതത്തിൽ എവിടെയാണ് പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് പകരം ദൈവസന്നിധി പ്രാർത്ഥിക്കണം. യിരെമ്യാവിനെ പോലെ, അവൻ കണ്ണീരിന്റെ പ്രവാചകനായ യിരെമ്യാവിനെ പോലെ എന്റെ ജീവിതത്തിൽ ഒരു പഴയ കാലത്തിന്റെ അനുഭവം ആദ്യമേ അപ്പോസ്തലന്മാർ അനുഭവിച്ച ആ കാലഘട്ടം യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇവിടെ എങ്ങനെയാണോ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്, അത്തരത്തിലൊരു കാലഘട്ടത്തിലേക്ക് എന്നെയും നടത്തണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച നീ അയ്യോ എന്ന് വിളിച്ച് നിലവിളിച്ചാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാനൊരു ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് നമ്മൾ വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് കരയുവാൻ കഴിയുമായിരുന്നു. ഇത് നമുക്ക് കണ്ണീര് വരത്തില്ല. നമുക്കെല്ലാം കഠിന ഹൃദയന്മാരായി മാറി. അങ്ങനെ ഇന്ന് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിലൊക്കെ ഇരുന്നാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചത്. കുത്തിച്ചാരി വെച്ച ഓരോ കെട്ടിടത്തിൽ നിന്നാണ് ആരാധിച്ചത്. അവൻ സ്തോത്രം ഇന്ന് വമ്പൻ അവൻ ദൈവാലയങ്ങൾ മണിമാളികകൾ പോലും ഇന്ന് അവൻ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവൻ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അവൻ സ്തോത്രം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്ത് അവൻ സ്തോത്രം നന്നായി കയറിക്കിടന്ന് വിശ്രമിക്കുവാൻ ഒരു ഭവനമില്ലാതിരുന്ന ആ കാലഘട്ടത്ത് ആരാധനാലയം ഇല്ലാതിരുന്ന ആ കാലത്ത് അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ വയറുന്നവരെ കഴിക്കുവാൻ ആഹാരമില്ലാതിരുന്ന ആ കാലത്ത് അവൻ ഭക്തിയോടെ ജീവിച്ചു എങ്കിൽ, ആത്മീയമായി മുന്നേറിയെങ്കിൽ, സുശീകരണത്തിൽ പോരാടിയെങ്കിൽ, അവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ ആത്മീയതയിലെ എവിടെയാണ് പതിച്ചിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം കാണുവാനും ഉണരുവാനും ദൈവസഭ തയ്യാറായ ആ പഴയകാല അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. മുഴങ്കാൽ മടക്കുവാൻ എനിക്ക് കൃപ വേണം. കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ എനിക്ക് കൃപ വേണം. ദൈവസന്നിധിയിൽ കരയുവാൻ എനിക്ക് കൃപ വേണം. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ അന്ന് ദൈവദാസന്മാർ ആലയത്തിൽ പറയും, നിങ്ങളുടെ രോഗികളെല്ലാം എന്ത് ചെയ്യുക?
കൊണ്ടുവരിക. കർത്താവ് സൗഖ്യമാക്കും, കർത്താവ് സൗഖ്യമാക്കും. പക്ഷേ ഇന്ന് 21-ാം നൂറ്റാണ്ടിന്റെ ചിത്രം മാറിക്കഴിഞ്ഞു. ഇന്ന് സഭാ ശുശ്രൂഷകന്മാർ പറയുന്നു, നിങ്ങളിൽ രോഗിയായിരിക്കുന്നവർ, രോഗലക്ഷണമുള്ളവർ വീടുകളിൽ ഇരിക്കുക. പറയുന്നൊരു സാഹചര്യമായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്, അല്ലേ? സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, പണ്ടത്തെ പോലൊരു കാലം ഉണ്ടാകണം, പണ്ടത്തെ പോലൊരു കാലം ഉണ്ടാകണം. ആ കാലത്തിന് വേണ്ടി അങ്ങനെ ഒരു ആത്മീയ ഉണർവുകൊണ്ട് എന്റെ ജീവിതത്തിൽ, ഞാൻ ആരാധിക്കുന്ന സഭയിൽ, ഞാൻ വസിക്കുന്ന സമൂഹത്തിൽ, ഞാൻ വാഴുന്ന ദേശത്ത് ഉണ്ടാകേണ്ടതില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന വ്യക്തികളെയാണ്, ഏലിയാവുമാരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടും, നമ്മുടെ ദേശത്തിൽ വെളിപ്പെടുവാനിടയാക്കിയത്. അവൻ ഇന്ന് പകൽക്കാലം ആത്മശക്തി സംഭരിച്ച് അവൻ മുന്നേറേണ്ടതായി ഈ സാഹചര്യത്തിൽ അവൻ ഏറ്റവും നന്നായി ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്തു മുന്നേറുവാൻ ഈ കാലഘട്ടങ്ങളിൽ കഴിയട്ടെ. നോക്കണം, അദ്ദേഹം പറയുന്നു, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുകൊണ്ട നാളുകളിൽ എന്ന പോലെ. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരുന്നൊരു കാലഘട്ടം, ദൈവത്തിന്റെ ഭുജത്തിന്റെ കീഴിൽ ഇരുന്നൊരു കാലഘട്ടം. അതിന് സ്തോത്രം, അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം അപ്പനോട് പറയണം, കർത്താവേ, അങ്ങയുടെ കരങ്ങളിലല്ല ഞാൻ ഇരിക്കുന്നത്. പലപ്പോഴും ഞാൻ അവിടെ നിന്ന് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കണം, അവിടുത്തെ ഭുജത്തിൽ ഇരിക്കണം, അങ്ങയുടെ പരിപാലനത്തിൽ ഇരിക്കണം. അത് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി എന്നെ തരുന്നു എന്ന് അവൻ ഹൃദയം തൊട്ട് പറയുവാനായി നമുക്ക് സാധിക്കണം. മാത്രമല്ല, അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചാൽ അവിടെ അദ്ദേഹം പറയുന്നു, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കു മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. അന്ന് ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ മുഴങ്ങാൻ മടക്കിയ ആ കാലഘട്ടത്തിൽ വേദനകളും നിന്ദകളും ആരോപണങ്ങളും അപമാനങ്ങളും സ്വീകരിക്കാൻ തയ്യാറായ ആ കാലഘട്ടത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ അവൻ സ്വന്തം ചെയ്യുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അവൻ തന്റെ തലയ്ക്ക് മീതെ പ്രകാശിപ്പാൻ ഒരു ദീപത്തെ എന്റെ തമ്പുരാൻ നിയമിക്കുവാനായിട്ടുള്ളയായി. കരവയത്തി സ്വന്തത്തെ അവൻ തലയ്ക്ക് മീതെ കത്തുന്ന ഒരു ദീപം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കെട്ടുപോയി, അത് പ്രകാശിക്കുന്നില്ല, അത് കരുതിരി ബാധിച്ച അവസ്ഥയിലാണ്. കാരണം വിളക്കിനകത്ത് എണ്ണയില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന്. എന്നാൽ നമ്മൾ നമ്മോട് ചോദിക്കുക, എണ്ണയുണ്ടോ എൻ വിളക്കിൽ, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമായ നീതിവസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആവശ്യപ്പെടുകയാണ്. അവൻ അന്ന് തലയ്ക്ക് മുകളിൽ ദീപം കത്തിക്കൊണ്ടേയിരുന്നു. എന്തിനാണ് തലയ്ക്ക് മുകളിൽ കത്തിയത്? മുമ്പിൽ മാത്രം കത്തിയാൽ പോരെ. മുൻപിൽ മാത്രം കത്തിയാൽ ഒരുപക്ഷെ പുറകുഭാഗം ഇരുട്ടായിരിക്കും, മറ്റു ഭാഗങ്ങളൊക്കെ ഇരുളടഞ്ഞ നിലയിലായിരിക്കും. അതേസമയം തലയ്ക്ക് മുകളിലാണ് കത്തുന്നതെങ്കിൽ 4 ഭാഗം കാണുവാൻ കഴിയും, 4 ചുറ്റും കാണുവാൻ കഴിയും. എവിടെയെല്ലാം പ്രതിസന്ധികളുണ്ട്, എവിടെയെല്ലാം വെല്ലുവിളികളുണ്ട്, എവിടെ നിന്നെല്ലാം വേട്ടക്കാരൻ വരുന്നുണ്ട്, എവിടെയെല്ലാം കെണികളും പതിയിരിപ്പുകളും ഉണ്ട് എന്ന് അവൻ തലവേ ദീപം കത്തിയപ്പോൾ അവൻ കാണുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ ദീപം അണയപ്പെട്ടിരിക്കുകയാണ്. ദീപം അണയപ്പെട്ടപ്പോൾ വരുന്ന പ്രതിസന്ധികളെ കാണുവാൻ കഴിയുന്നില്ല, ശത്രു ഭരിക്കുന്ന ഗൂഢാലോചനകളെ കാണുവാൻ കഴിയുന്നില്ല, ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പോരാ, അന്ന് എന്റെ തലയ്ക്ക് മുകളിൽ അവിടുന്ന് ദീപത്തെ കത്തിച്ചു വച്ചതുപോലെ അവൻ ഞാൻ കേവലം ഒരു 0 വാട്ട് ബൾബായിരിക്കാതെ അവൻ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്ന ഒരു മെഗാ വാട്ട് ലൈറ്റായി
യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നും ഇരുട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്ന പദം അങ്ങനെയാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. ഇപ്പോൾ ഇരുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇരുട്ടിൽ കൂടെ അവൻ നടക്കുവാനിടയായി. ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടിനകത്താണ് നടന്നത്. ദൈവത്തിന്റെ പ്രകാശം അവന് വേണ്ടി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു നടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കൂരിരുളിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഒരു ദൈവമൈതൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തലയ്ക്ക് മുകളിൽ പ്രകാശമായവൻ, അളവായിരിക്കും സൂര്യനായവൻ നമ്മുടെ മുകളിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അവരുള്ളിടത്തോളം കാലം ഇരുട്ടിനെ പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇരുട്ടിനെ കണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, രോഗത്തെ കണ്ട് വെല്ലുവിളികളെ കണ്ട് പരാജയ ഭീതികളെ കണ്ട് പുറകോട്ട് പിന്തിരിയേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, നിനക്ക് വെളിച്ചം പകരുവാനായി. പ്രൈസ് ദി ലോർഡ്. അവൻ അന്ന് തലയ്ക്ക് മുകളിൽ ദൈവം കത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴോ നമ്മുടെ ജീവിതാവസ്ഥ എന്താണ്? ആ ദീപം കെട്ടുപോയില്ലേ? ആ ദീപം നഷ്ടപ്പെട്ടില്ലേ? അവൻ കൂടാരത്തിനകത്തിരിക്കുന്ന കവലവിളക്ക് പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും മരുഭൂമിയിലെ ശക്തമായ കാറ്റ് കൂടാരത്തിനകത്തേക്ക് കടന്നു വരുന്ന നിമിഷത്തിൽ പോലും കൂടാരത്തിനകത്തിരിക്കുന്ന വിളക്ക് മുൻപോട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം എന്റെ തമ്പുര ഈ ലോകത്തിൽ പ്രകാശമാകുവാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്, എന്നെയും നിങ്ങളെയും വേർതിരിച്ചത്, എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള അവൻ കാലിലും അവൻ സ്വതന്ത്രയിൽ കാലുകൾ മൂടിയ ഒരവസ്ഥയിൽ ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആ ഇരുട്ടിനെതിരെയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇന്ന് പകലില് നീതിയിൽ സൂര്യനായ യേശു എന്റെ ജീവിതത്തിനകത്ത് വരണം. എവിടെയാണ് ഞാൻ പരാജയം നേരിടുന്നത്, എവിടെയാണോ തകർച്ച നേരിടുന്നത്, എവിടെയാണോ ഇരുടായിരിക്കുന്നത്, അവിടേക്ക് എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് കാറിലേക്ക് അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം വരണമെന്ന് പറ. എന്റെ കർത്താവ് പ്രകാശിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നോക്കണം, അവൻ ഇരുട്ട് ഉണ്ടായിരുന്നു, ഇരുട്ട് മൂടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ വായിക്കുന്നു, അവൻ ഇരുട്ട് ഒരു ഭാഗത്ത് മൂടുമെന്ന് അവകാശം പറഞ്ഞ സ്ഥാനത്ത് ഇരുട്ട് ഒന്നും കാണുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് ഇരുട്ടിന്റെ പുറത്ത് കൊണ്ടുവരത്തില്ലെന്ന് നിനക്കെതിരെ ആരോപണം ഉയർത്തിയ സ്ഥാനത്ത് നീതിയിൽ സൂര്യനായ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ഇരുട്ടിൽ നിന്ന് അവൻ സ്വന്തം ആ അന്ധകാരത്തിൽ നിന്ന് എണ്ണിയപ്പോൾ പോക്കിയെടുത്തല്ലോ, അവനെ ഉയർത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. അവൻ സ്തോത്രം ചെയ്യുന്നു. ഇരുട്ടിന്റെ പുറകിലേക്ക് വലിച്ചു നിന്നെ തകർത്ത് കളയുക. ഇനി ആര് കാണട്ട, ഇനി ആര് നിന്നെ കാണട്ട, നിന്നെ കണ്ടത് മതി എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ അധിപനായി ശത്രു പുറകിലേക്ക് വലിച്ചപ്പോൾ എന്റെ കർത്താവിന്റെ പുറത്ത് കൊണ്ടുവന്നില്ലേ, പുറത്ത് കൊണ്ടുവന്നില്ലേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. യോബ് പറയുകയാ, പണ്ടത്തെ പോലെ ഒരു കാലം എനിക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ആ കാലം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒന്നാമത് തന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു, എനിക്ക് ദൈവവുമായി ഒരു സഖ്യത വേണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു ഈടുറ്റ ബന്ധം, ഒരിക്കലും നശിച്ചു പോകാത്ത ബന്ധം, എന്നേക്കും നിലനിൽക്കുന്ന ബന്ധം എനിക്ക് ദൈവവുമായി ഉണ്ടാകണം. എല്ലാ ദിവസവും വെയിലാകുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദിമ മനുഷ്യനായ ആദാമുമായി തമ്പുരാനൊരു ബന്ധം സ്ഥാപിച്ചിരുന്നത് പോലെ
ഇന്ന് പകൽക്കാലം എപ്പോഴാണോ നമ്മുടെ ദൈവവുമായുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത്, അതിനെ പുതുക്കി ആ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക്, ദൈവമായുള്ള ധാരണയിലേക്ക്, ദൈവവുമായുള്ള ദൃഢമായ തീരുമാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ഭാഗ്യശാലികൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ദൈവം ചിലത് നമുക്ക് വെളിപ്പെടുത്തും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, അവൻ ഞാൻ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ എന്റെ സ്നേഹിതനായ നിനക്ക് പറയാതെ എനിക്ക് മറച്ചു വെക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവവുമായി ഒരു സംഘത്തിലിരിക്കുന്ന നിനക്ക്, ദൈവവുമായി ബന്ധത്തിലിരിക്കുന്ന നിനക്ക്, ദൈവവുമായി ധാരണയുള്ള താങ്കൾക്ക്, ദൈവവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ ദൈവം ഒന്നും മറച്ചു വയ്ക്കത്തില്ല. അതാത് കാലഘട്ടങ്ങളിൽ അവൻ വേണ്ടതിനെ വെളിപ്പെടുത്തി അവൻ മുൻപോട്ട് തന്നെ നടത്തുവാൻ പര്യാപ്തനായവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവത്തിന്റെ സഖ്യത എനിക്ക് ഉണ്ടാകണം. അവനൊരിക്കലും വിട്ടുമാറുവാൻ കഴിയാത്ത, അവനൊരു ഭാര്യ ഭർത്തൃബന്ധം പോലെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഈടുറ്റ ബന്ധം അങ്ങയുമായി സ്ഥാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മോട് ചോദിക്കുക, നമ്മുടെ ആത്മീക നില എന്താണ്? നാമും ദൈവവുമായുള്ള ബന്ധം ഏത് നിലകളിലാണ് ഇരിക്കുന്നത്? നാമും ദൈവവുമായുള്ള കൂട്ടായ്മ ഏത് നിലയിലാണ്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഏത് നിലകളിലാണ്? നാം ദൈവത്തിന്റെ വചനത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത എന്താണ്? വ്യക്തിപരമായ ജീവിതത്തിന്റെ ആത്മീയ നില ഏതായി എത്തിയിരിക്കുന്നു? ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ പുനഃപരിശോധിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ സഖ്യത എനിക്കുണ്ടാകണം. ദൈവത്തിന്റെ സഖ്യത ഒരു വ്യക്തിയുടെ കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ കുടുംബത്തിലോ വെളിപ്പെട്ട അവനൊരിക്കലും പരാജിതനല്ല. ഒരിക്കലും അവൻ തരത്താഴ്ത്തേണ്ടി വരത്തില്ല. അവൻ സ്വന്തം ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാകും. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവൻ രണ്ടാമത് പറയുന്നു, സർവശക്തൻ എന്റെ കൂടാരത്തിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പ്രാർത്ഥന, ഒന്നാമത് ദൈവമായി ഒരു സഖ്യത എനിക്കുണ്ടാകണം. രണ്ട്, സർവശക്തൻ എന്റെ കൂടാരത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്, ആവലാതികളാണ്, പരിഭവങ്ങളാണ്. അവൻ പക്ഷേ കർത്താവ് നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറും. ആ കുടുംബത്തിനകത്ത് സ്വൈര്യത ഉണ്ടാകും. അവൻ അരമനയ്ക്കകത്ത് സ്വൈര്യം തമ്പുരാൻ കൽപ്പിക്കുവാനിടയാകും. കർത്താവത്തിനകത്ത് ദൈവിക സന്തോഷത്തെ എന്റെ ദൈവം അയ്യപ്പാടിടയായി തീരും. എന്റെ കർത്താവ് നമ്മുടെ ഭവനങ്ങളിലുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടെ വിട്ട് കടന്നു പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. അനേക പറ്റുന്ന തങ്ങളുടെ ഭവനങ്ങളിലേക്ക് അവർ സ്വന്തം ഈ കൃപയുടെ നാഥനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം കാണണമെന്ന് ആഗ്രഹിച്ച കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച അവർ സഖായിയുടെ ഭവനത്തിലേക്ക് ചെന്ന അവരുടെ അവസ്ഥകളെ ഒക്കെ മാറ്റി മറിച്ചവരാണ് അവർ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവന്റെ ഭവനത്തില്ല, ആഗ്രഹിക്കുന്നവന്റെ ഉള്ളില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അവർ സർവശക്തൻ നമ്മുടെ കൂടാരത്തിൽ വസിപ്പാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? രോഗിനെ പോലെ പറയുക, ദൈവത്തിന്റെ പെട്ടകം എന്റെ ഭവനത്തിൽ ഇരിക്കട്ടെ. ആർക്കും ഏറ്റെടുക്കുവാൻ മനസ്സില്ല എങ്കിൽ എന്റെ വീട്ടില് ആ പെട്ടകം ഇരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്. ആ പെട്ടകം എനിക്ക് വേണം, ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ കൂടാരത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടാരത്തിൽ നമ്മുടെ കർത്താവ് വസിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ തമ്പുരാൻ വസിച്ചാൽ അവിടെ പരാജയങ്ങളില്ല, അവിടെ വേദനകളില്ല, ദുഃഖങ്ങളില്ല, അവൻ കണ്ണുനീരില്ല. എന്റെ കർത്താവ് സകലത്തെയും വിജയമാക്കി തീർക്കുവാനിടയാകുമോ? അവൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അവൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ഒരു ശുഭകാലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ശുഭകാലം ഉണ്ടാകണം. ഇതുവരെയും കഴിഞ്ഞ നാളുകളിൽ ഞാൻ നന്മ അനുഭവിച്ചു. പക്ഷേ വേലി പൊളിക്കപ്പെട്ടപ്പോൾ ശത്രു അകത്ത് കയറി. അവൻ ഓരോന്നോരോന്നോരോന്നായി എണ്ണി 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 അവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ സ്തോത്രം സമ്പത്ത്
ദാസിദാസന്മാർ, എല്ലാറ്റിലുപരി സ്വന്തം മക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. കൂടെ നിൽക്കേണ്ടവർ അവൾ തള്ളിക്കളയുവാനിടയായി. അവർ സുഹൃത്തുക്കളെന്ന് അഭിമാനിച്ചവരെല്ലാം അവർ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ ആരും ആ സമയത്തിനില്ല, ആരും സഹായിപ്പാനില്ല. അവൻ അദ്ദേഹം പറയുന്നു, എനിക്ക് പണ്ടത്തെ പോലെ ഒരു ശുഭകാലം വേണം. നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ തരണം, നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ തരണം. അവൻ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അത് തരുവാൻ എന്റെ പക്കൽ, എന്റെ ദൈവത്തിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പന്റെ പക്കൽ മാത്രമേ നന്മയുള്ളൂ. അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ, എന്തൊക്കെ നഷ്ടപ്പെട്ടോ, എവിടെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, അത് തരുവാൻ എന്റെ കർത്താവിന് ഇന്ന് പകലിന് ശക്തിയുണ്ട്. അവിടുത്തെ കര കുറുകി പോയില്ല കേട്ടോ. ഒരു ശുഭകാലം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുക, ഒരു ശുഭകാലം താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടാകുക എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ ശുഭകാലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാമോ? എന്റെ കുടുംബത്തിനകത്ത് എനിക്കൊരു ശുഭകാലം ഉണ്ടാകണം, ഒരു ശുഭകാലം ഉണ്ടാകേണ്ടതിനു വേണ്ടി, ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിനു വേണ്ടി. അഥവാ ആറ്റിന്റെ തീരത്ത് ശാസ്ത്രീ കൂട്ടരെ വിളിക്കുകയാണ്. എന്തിനൊരു ശുഭയാത്ര ഉണ്ടാകണം. ആർക്കൊക്കെ? അവരുടെ സ്വന്തം പിതാക്കന്മാർക്കുണ്ടാകണം, അവരുടെ കുഞ്ഞുകുട്ടികൾക്കുണ്ടാകണം. എല്ലാ പ്രിയമുള്ളവർക്കും ആ ശുഭയാത്ര ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം പേര് ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. നമുക്ക് ഇവിടെ നിന്നൊരു ശുഭയാത്രയുണ്ട്. അത് താമസമില്ല. നമ്മുടെ വരും അധ്യാകാശത്തിലേക്ക് അന്ന് ഇവിടെ നിന്ന് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം മുതൽ അവർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും എന്ന് മറുകടലുകൾ വിളിച്ചു പറയുമ്പോൾ അവരായി കാത്തിരിക്കുന്ന വിശുദ്ധ സഭ നോടി വിതയ്ക്കുന്നില്ല. ആ ശുഭയാത്രയ്ക്കായി അവർ നിരീക്ഷ വേദനകൾക്കുള്ളിൽ അവർ പറഞ്ഞു വരുമാനടയായി തീരും. ഇന്ന് പകൽക്കാലം ഘടകങ്ങളെ പ്രത്യാശയുടെ ദൈവങ്ങളുടെ വേഗങ്ങളിൽ കൊടുക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. അവർ സ്വന്തമായ ഒരു സാധ്യത വേണം. അവിടെ കൂടാരത്തിൽ വസിക്കണം. എനിക്കൊരു ശുഭകാലം ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന ദൈവജനത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നിറയ്ക്കുവാൻ നമ്മുടെ അറിവില്ല. എല്ലാ ദൈവജനവും എന്റെ ദൈവത്തിന് നന്ദി പറയാതെ എല്ലാ ദൈവജനവും ശ്രദ്ധ ചെയ്താണ്ട് അവരുടെ അഭിഷേകത്തോടെ ദൈവശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് മകത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. കർത്താവേ, കൃപ പകരണമേ, ദൈവകൃപ പകരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.